100 വർഷം മുമ്പ് മഹാത്മാഗാന്ധി ഒരേ ഒരു സ്ഥാനത്ത് 1 വർഷം മാത്രം ഇരുന്നിട്ടാണ് ഈ രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിച്ചത്. അതിൻ്റെ ഓർമ്മയാണ്, അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പേരിട്ടത്. പക്ഷെ ഞാനതിനെ കുറച്ചുകൂടി കടത്തിയാണ് കാണുന്നത്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളന വേദിയിലേക്ക് നേരെ വന്നങ്ങ് പ്രസംഗിച്ച് നേതാവാകുകയല്ല ചെയ്തത്. ഗാന്ധി ഈ രാജ്യം ചുറ്റി സഞ്ചരിച്ചു, ഇന്ത്യയെ കണ്ടെത്തി, സകല ജാതി വിഭാഗങ്ങളിൽപ്പെട്ട മതവിഭാഗങ്ങളിൽപ്പെട്ട ഭാഷകൾ സംസാരിക്കുന്ന സംസ്കാരങ്ങളിൽപ്പെട്ട മനുഷ്യരെയൊക്കെ കണ്ട് അവരോട് സംസാരിച്ച് അവരുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളന വേദിയിലേക്ക് കടന്നു വരുന്നത്. അതുവരെ ചർച്ചാ വേദിയും അല്ലെങ്കിൽ നിവേദന സംഘവും ഒക്കെ ആയിരുന്ന, ഡിബേറ്റ് ക്ലബ്ബൊക്കെ ആയിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു സംവിധാനത്തെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുന്ന ദേശസ്നേഹത്തിൻ്റെ പ്രസ്ഥാനമാക്കി മാറ്റിയത് മഹാത്മാഗാന്ധിയുടെ വരവോടുകൂടിയാണ്. ഗാന്ധി പ്രസിഡൻ്റായ പാർട്ടിയുടെ കുടുംബ സംഗമമാണിത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് അധ്യക്ഷനായിരുന്ന പാർട്ടിയുടെ കുടുംബ സംഗമമാണിത്. ഈ സംഗമത്തിന് ഗാന്ധിയുടെ പേര് നൽകാൻ മൂന്നാമത് ഞാൻ കാണുന്ന മറ്റൊരു കാര്യം, ഈ രാജ്യത്തെ ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ള, ഇന്ത്യൻ ഭരണഘടനയുടെയും മതേതരത്വത്തിൻ്റെയും വെല്ലുവിളിയായിട്ടുള്ള, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും വെല്ലുവിളിയായിട്ടുള്ള RSS രൂപീകരിക്കപ്പെട്ടതിൻ്റെ 100ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ ഗാന്ധിയുടെ ഓർമ്മയാണ് സംഘപരിവാറിനോടുള്ള നമ്മുടെ ഏറ്റവും വലിയ പരിച. ഈ 3 കാരണം കൊണ്ടാണ് മഹാത്മാഗാന്ധി കുടുംബ സംഗമമെന്ന് നമ്മുടെ ഈ സമ്മേളന പരിപാടിക്ക് പേരിട്ടതെന്ന് ആണ് ഞാൻ കരുതുന്നത്. അതാണ് എനിക്ക് ഇഷ്ടവും. ഞാൻ 2-3 കാര്യങ്ങളെ പറയുള്ളൂ, പക്ഷെ സമയം എത്ര എടുക്കുമെന്ന് അറിയില്ല, നിങ്ങൾ എന്നോട് സൂചിപ്പിക്കണം. എനിക്കിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ സമയം കൂടുതലെടുക്കും. എനിക്ക് ചില ദുശീലവും നല്ല ശീലവും ഉണ്ട്. ഒന്ന്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നോട്ട് ചെയ്ത് കൊണ്ടുവരും. പരമാവധി ഏത് വേദിയിൽ പോയാലും പറയാൻ ആഗ്രഹിക്കുന്നു മാത്രമേ പറയുള്ളൂ, ആവശ്യമില്ലാത്ത പറഞ്ഞ് പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ട് പിണറായി വിജയന് തുടർഭരണം കിട്ടിയെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് 3ാമതും പ്രധാനമന്ത്രിയാകാൻ പറ്റുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താവുന്ന ചില ഉത്തരങ്ങളുണ്ടാവും. മണ്ഡല പുനർനിർണയത്തിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ 350 രൂപയുടെ കിറ്റ് 500-ലധികം രൂപ വിലയിട്ടുകൊണ്ട് നാട്ടുകാർക്ക് കൊടുത്തതിൻ്റെ പേരിലായിരിക്കാം, കോവിഡിനെ പിടിച്ചു കെട്ടി എന്നുള്ള PR വർക്കിൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പലതും അല്ലേ. പക്ഷെ ഞാൻ വിചാരിക്കുന്നത്, ഈ നാഗലശ്ശേരി അടക്കമുള്ള നാട്ടിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് പഞ്ചായത്ത് ഭരണം കിട്ടാത്തത്? അപ്പോൾ കിറ്റ് കൊടുത്തത് കൊണ്ടാണോ? PR വർക്ക് നടത്തിയത് കൊണ്ടാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ കണ്ടെത്തൽ ഇതുപോലത്തെ തന്നെ ഒരു പഞ്ചായത്തിൽ നിന്ന് ഞാൻ വരുന്നത്, തികച്ചും ഗ്രാമപ്രദേശമായിട്ടുള്ള എറണാകുളം ജില്ലയിലെ പാർട്ടി ഗ്രാമമായിരുന്ന ഒരു കാലത്ത്, ഇപ്പോഴല്ല, ഇപ്പോൾ പിള്ളേരൊക്കെ വലുതായിപ്പോൾ പഴയ പാർട്ടി ഗ്രാമക്കാരൊക്കെ പതുക്കെ ഒതുങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പഞ്ചായത്ത് നിന്ന് വരുന്നത് അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്ത്. പണ്ട് ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ പഞ്ചായത്ത്, നിയമസഭ, പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയുമ്പോൾ എൻ്റെ വീടിൻ്റെ പഴയ ഓടിട്ട മേൽക്കൂരയിലേക്ക് കല്ല് വരും. നാട്ടിലെ സഖാക്കന്മാരുടെ സംഭാവനയാണ്. നമ്മൾ തോക്കുന്ന കോൺഗ്രസ്സുകാരാണല്ലോ, മനസ്സിലായില്ലേ? ഒരു കാലത്ത് ബൂത്തിലിരിക്കാൻ സ്വാതന്ത്ര്യം അനുവദിച്ച് കിട്ടാത്ത കോൺഗ്രസ് പ്രവർത്തകൻ്റെ മകനാണ് ഞാൻ. അതുകൊണ്ടാണ് നാഗലശ്ശേരി പഞ്ചായത്തിൽ CPMൻ്റെ കോട്ടയാണെന്ന് പറയുമ്പോൾ എനിക്ക് ആവേശം കൂടുന്നത്. ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഈ കേരളത്തിലെമ്പാടും ഇങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി വരുന്നതിൻ്റെ കാരണം ഇതാണ്. പാർട്ടി ഗ്രാമങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചെറുപ്പം മുതൽ കണ്ടറിഞ്ഞ് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. കതറിട്ടുകൊണ്ട് പോളിംഗ് ബൂത്തിൽ പോകാൻ പറ്റാത്ത, കതർ പോയിട്ടൊരു വെള്ള കളർ ഷർട്ട് ഇട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് വോട്ട് ചെയ്യാൻ പോകാൻ പോലും സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത പാർട്ടി ഗ്രാമങ്ങളിലുള്ള കോൺഗ്രസ്സുകാരോളം വലിയ വിപ്ലവകാരികൾ ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും ഈ ആരെങ്കിലുമൊക്കെ കൊല്ലാൻ പോവുകയോ അല്ലെങ്കിൽ കൊല്ലാൻ പോയതിൻ്റെ ഭാഗമായിട്ടുള്ള കുടിപ്പകയുടെ ഭാഗമായിട്ടൊക്കെ കൊല്ലപ്പെടുന്നവരൊക്കെയാണ് വിപ്ലവകാരികളും രക്തസാക്ഷികളും. ആയിരക്കണക്കിന് സാധാരണ കോൺഗ്രസ്സുകാർ ഇന്നും ജീവിക്കുന്ന രക്തസാക്ഷികളും വിപ്ലവകാരികളുമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ പതാക ഇങ്ങനെ താഴാതെ നിൽക്കുന്നത്. എനിക്ക് ഒരു തെറ്റിദ്ധാരണയുമില്ല. ഇത് കോൺഗ്രസിൻ്റെ വേദിയാണെന്നും ഇതിൻ്റെ മൈക്ക് പുറത്തേക്ക് ഇരിക്കുന്നുണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ഞാൻ പറയുന്നു.
സാധാരണ മനുഷ്യരുടെ മനസ്സിൽ ഇടം നേടാൻ വേര് പടർത്തി വളർന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഗാന്ധിയുടെ വരവോടുകൂടി സാധാരണക്കാരിലേക്ക്, വിയർത്തൊലിക്കുന്ന മനുഷ്യനിൽ, തൊഴിലാളികളിലേക്ക്, ചേറിൽ പണിയെടുക്കുന്ന കർഷകരിലേക്ക്, ആദിവാസികളിലേക്ക്, ദളിതരിലേക്ക്, ന്യൂനപക്ഷങ്ങളിലേക്ക്, വേട്ടയാടപ്പെടുന്നവരിലേക്കും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരിലേക്കും വേരു പടർത്തിയത് കൊണ്ട് മാത്രം വളർന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിൽ നിന്ന് ഒരു സിറ്റിങ്ങിന് അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ലക്ഷങ്ങൾ വാങ്ങുന്ന വക്കീലന്മാരുടെ പാർട്ടിയിലേക്ക് കോൺഗ്രസ് എപ്പോഴൊക്കെയോ തെറ്റിപ്പോയപ്പോൾ, കാലിടറിയപ്പോഴാണ് നമുക്ക് സാധാരണക്കാരുടെ ബന്ധം അറ്റുപോയത്. അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിച്ചത് ഭാരത് ജോഡോ യാത്രയിലൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രാഹുൽ ഗാന്ധി സംഭാവന ചെയ്ത പദ്ധതിയുടെ പേരല്ല ഭാരത് ജോഡോ. 100 വർഷം മുമ്പ് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളന വേദിയിൽ വെച്ച് ഈ രാജ്യത്തെ മനുഷ്യരോട് വിളിച്ചു പറഞ്ഞ പ്രത്യയശാസ്ത്രത്തിന്റെ പേരാ ഭാരത് ജോഡോ. നാട്ടിലെ ആളുകൾക്കൊരു തെറ്റിദ്ധാരണയും വേണ്ട. 4081 കിലോമീറ്റർ ഈ രാജ്യത്തിന്റെ നെടുകയും കുറുകയും രാഹുൽ ഗാന്ധി വെയിലും മഴയും മഞ്ഞും കൊണ്ട് നടന്ന യാത്രയുടെ പേരല്ല ഭാരത് ജോഡോ യാത്ര. നമ്മുടെ ബൂത്തിലെ, നമ്മുടെ വാർഡിലെ, നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള മതിൽക്കെട്ടിനകത്ത് നിൽക്കുന്ന മനുഷ്യനെ ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും അവന്റെ വിശ്വാസത്തിനും അതീതമായിട്ട്, അവന്റെ സാമ്പത്തിക ശേഷിക്ക് അതീതമായിട്ട് ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ പേരാ ഭാരത് ജോഡോ. അത് ചെയ്താൽ നാഗലശ്ശേരി പഞ്ചായത്തിലും മാറ്റങ്ങളുണ്ടാവും. നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. ഒരു കോൺഗ്രസ്സുകാരിയിലുണ്ടാകുന്ന കോൺഗ്രസ്സുകാർ മക്കൾ വോട്ട് ചെയ്തതുകൊണ്ട് മാത്രമല്ല കോൺഗ്രസ് അധികാരത്തിൽ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഏറ്റവും ശക്തനായ, ഈ രാജ്യത്തെ തന്നെ ശക്തനായിട്ടുള്ള ജില്ലാ സെക്രട്ടറി MP ജയരാജനോട് അവരുടെ എക്കാലത്തെയും ആജന്മ ശത്രുവായിട്ടുള്ള, എക്കാലത്തെയും ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള K. സുധാകരൻ മത്സരിക്കുമ്പോൾ മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു എന്ന് മാത്രമല്ല, പിണറായി വിജയന്റെ ബൂത്തിൽ പോലും 10-22 വോട്ട് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ പിണറായി വിജയന്റെ അയൽപക്കത്തുള്ളവൻ പോലും K. സുധാകരന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ആ വോട്ട് ചെയ്തതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസ്സുകാരൻ മാത്രം വോട്ട് ചെയ്തല്ല നമ്മുടെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നത്, നമ്മൾ വിജയിക്കുന്നത്. നമ്മൾ പറയുന്നത് ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന ഓരോ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും, ഓരോ BJP-കാരനും, ഓരോ SDPI-കാരനും അവന്റെ ജാതിയും മതവും അവന്റെ സങ്കുചിതമായിട്ടുള്ള കാഴ്ചപ്പാടിനപ്പുറത്ത് കോൺഗ്രസ് പറയുന്ന മുദ്രാവാക്യമാണ് ശരിയെന്നുള്ള ബോധ്യത്തിൽ അവരുടെ ചൂണ്ടുവിരൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നത്. ഞാനൊരു 2.5 മാസം മുമ്പ് കണ്ണൂർ ജില്ലയിലെ മയ്യിൽ പഞ്ചായത്തിൽ നമ്മുടെ കോൺഗ്രസിന്റെ അധ്യാപക സംഘടനയുടെ ജില്ലാ സമ്മേളനത്തിൽ സംസാരിക്കാൻ പോയി. മയ്യിൽ പഞ്ചായത്ത് ഇന്നേ വരെ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം കോൺഗ്രസിന് അവിടെ പഞ്ചായത്തിൽ ബൂത്തിലിരിക്കാൻ അനുവാദം കിട്ടില്ല. പഞ്ചായത്ത് ഭരണമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ള ഷർട്ടിട്ട് ബൂത്തിൽ പോയാൽ പിന്നെ അവന് വീട്ടിലേക്ക് പോകുന്നത് ഉടുപ്പിച്ചിട്ടായിരിക്കും. മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായില്ലേ? 99.5% പോളിംഗ് ബൂത്തിൽ വരുന്ന CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാർ, പ്രവർത്തകരല്ല, നേതാക്കന്മാർ ഇടത് കൈയിലെ ചൂണ്ടുവിരലിന്റെ തൊലി തേഞ്ഞ് തീരുന്നത് വരെ കള്ളവോട്ട് ചെയ്യുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ പേര് വിളിച്ചു പറയും, ഇനിയും വോട്ട് ചെയ്താൽ 100% കടക്കും, അതുകൊണ്ട് വോട്ട് ചെയ്യരുതെന്ന് പറയും. മരിച്ചു പോയവരടക്കം നിരന്ന് നിന്ന് വോട്ട് ചെയ്യുന്ന മയ്യിൽ പഞ്ചായത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K. സുധാകരൻ 1000 വോട്ടിന് മാത്രമാണ് പുറകിലെങ്കിൽ അതിന്റെ അർത്ഥം ജീവനോടെ ഇരിക്കുന്ന യഥാർത്ഥ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ K. സുധാകരന്റെ കൈപ്പത്തി ചിഹ്നത്തിലാണ് വോട്ട് ചെയ്തത്. KK ശൈലജ വീട്ടിൽ കയറിയ വടകര തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ കേരളം എമ്പാടും നിങ്ങൾ പരിശോധിച്ചോ? അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം, വീണ്ടും ഞാൻ എന്തുകൊണ്ട് ഇവർ തുടർഭരണം കിട്ടുന്നു എന്ന് ചോദിക്കുന്നതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ചോദ്യം. എന്തുകൊണ്ട് എങ്ങനെ മാറ്റം ഉണ്ടാകുന്നു? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? മാറ്റമുണ്ടാകുന്നത് ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഒരു അനുഭവം കൂടി പറഞ്ഞിട്ട് പറയാം. എൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധു, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 10.5 വർഷമായി. എൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധു, ഞാൻ അവിടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ദേശാഭിമാനി പത്രമാണ് വായിക്കുക. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്, എന്നാലും വായിക്കും. ഞാനിങ്ങനെ പറയും, വേറെയും നല്ല പത്രങ്ങളുണ്ട്, മാതൃഭൂമി, മനോരമ, അങ്ങനെ വേറെയും പത്രങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് മാറി വായിച്ചാൽ നല്ലതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇവർ വിശ്വസിക്കില്ല, വായിക്കില്ല. ഒരു 2 മാസം മുമ്പ് ഞാൻ പറഞ്ഞു, ഞാൻ പൈസ കൊടുത്താളോ, ഒന്ന് ഇട് എന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ട്. ഇപ്പം ഞാൻ ഇടയ്ക്ക് വീട്ടിൽ ചെന്നപ്പോൾ ദേശാഭിമാനി കാണുന്നില്ല.
ഞാൻ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും കാശ് അവർ തന്നെയാണ് കൊടുക്കുന്നത്. മനോരമ വായിച്ചു തുടങ്ങിയപ്പോൾ ദേശാഭിമാനി വേണ്ടെന്ന് തീരുമാനിച്ചു. 10.5 വർഷം എടുത്തു ഏറ്റവും അടുത്തൊരു ബന്ധുവിനെ ദേശാഭിമാനിയിൽ നിന്നും മനോരമയിലേക്ക് എത്തിക്കാൻ. അപ്പോൾ നാഗലശ്ശേരി പഞ്ചായത്തിലെ CPMകാരെ നമുക്ക് ഇവിടേക്ക് എത്തിക്കാൻ കുറച്ച് സമയമെടുക്കും. അതിന് നമുക്ക് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഒരേ ഒരു മാർഗം. 100 വർഷം മുമ്പ് ഗാന്ധി ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ തെളിയിച്ച് കാണിച്ചൊരു മാർഗം: നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുക, നിരന്തരം സംവദിച്ചു കൊണ്ടിരിക്കുക. 100 വർഷം മുമ്പ് ഗാന്ധി ലേഖനം എഴുതുമായിരുന്നു, എല്ലാ ദിവസവും മനുഷ്യരോട് സംസാരിക്കുമായിരുന്നു. നമുക്കത് മാത്രമേ ഉള്ളൂ. നമുക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, നമുക്ക് ജയിച്ച് കയറാൻ വേണ്ടിയിട്ട് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ: നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുക. നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ വലിയ വലിയ കരുതലിൻ്റെ ടീച്ചറമ്മമാരെയൊക്കെ വീട്ടിലിരുത്തി ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞൊരു കൊച്ചു പയ്യൻ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് നടന്നു കയറിയത്. നിങ്ങൾ ഓർക്കുന്നില്ലേ? കാഫിർ ഷാഫിക്ക് വോട്ട് ചെയ്താൽ മതേതരത്വം തകരുമെന്നാണ് പറഞ്ഞത്. നാട്ടിലെ മുസ്ലിങ്ങൾ മുഴുവൻ മുസ്ലിം ഇതര സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്താൽ മാത്രമേ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ അത്രേ. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടാണ്. ഒരു ചോദ്യം കൂടിയുണ്ട്. കോൺഗ്രസിൻ്റെ സമരം വിജയമാണോ? UDFിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ സമരം വിജയമാണോ? ആണോ? ആണോ? ഞാൻ ഈ കുടുംബയോഗങ്ങൾ തുടങ്ങിയ സമയം മുതൽ മിക്ക സ്ഥലത്തും ചെല്ലുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം, കുടുംബയോഗങ്ങളിൽ ചോദിക്കണമല്ലോ, നാട്ടുകാരുടെ ഒരു പൾസ് അറിയാമല്ലോ നമുക്ക്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ സമരം വിജയമാണെന്ന് പറയുന്ന രണ്ടാമത്തെ ചേട്ടനാണ്. മിക്കവരും പറയുന്ന അല്ല എന്നാ. അപ്പം ഞാൻ ഇതെന്താന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു ഗുമ്മില്ല, ഒന്നിനൊരു ഫിനിഷിംഗ് ഇല്ല എന്ന്. ഒന്നിനൊരു ഫിനിഷിംഗ് ഇല്ല. സച്ചിൻ ടെണ്ടുൽക്കർ സെഞ്ചുറി അടിക്കാതെ പോയത് സെഞ്ചുറി അടിച്ചതിനേക്കാൾ കൂടുതലാണെന്നാണ് പറയുന്നത്. 90, 95, 98. അപ്പോൾ അതുപോലെയാണ് പ്രതിപക്ഷത്തിൻ്റെ സമരം എന്നാണ് എന്നോട് ചിലർ പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ്? ഒരു സമരത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ സർക്കാർ ആഫീസ് അടിച്ചു തകർത്താലേ ഒരു വിഷ്വൽ എഫക്റ്റ് ഉള്ളൂ. പോലീസ് ജീപ്പ് 2 കത്തിക്കണം, KSRTC ബസ് അടിച്ച് പൊളിക്കണം, നാട്ടിലെ ആശുപത്രി പോകണവൻ്റെ വാഹനം തടയണം, പറ്റുമെങ്കിൽ പരിക്കേറ്റവനെ ഒന്നുകൂടി ഒന്ന് പരിക്കേൽപ്പിക്കണം, അങ്ങനെ പണിക്ക് പോകുന്നവനെ തടസ്സപ്പെടുത്തണം. ഒരു രീതിയിലും ഗതി പിടിക്കാൻ ആളുകളെ സമ്മതിക്കാതെ റോട്ടിൽ അലമ്പുണ്ടാക്കിയാൽ സമരം വിജയമാണെന്നാണ് കേരളത്തിൻ്റെ ഒരു പൊതുചിന്ത. കഴിഞ്ഞ 10-60 വർഷക്കാലമായിട്ട് കേരളത്തിലെ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരൊക്കെ ചെയ്തു വച്ചിരിക്കുന്ന ഒരു പരിപാടി സമരം വിജയം എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാവണമെന്ന്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ ഹർത്താൽ പോലും നടത്താതെ, ഒറ്റ ആളുകളുടെയും വാഹനങ്ങൾക്ക് തടസ്സം ചെയ്യാതെ, ആരുടെയും ആശുപത്രിയിലേക്കുള്ള ആംബുലൻസ് തടയാതെ, സർക്കാർ വണ്ടികൾ അടിച്ചു പൊളിക്കാതെ, പോലീസ് വണ്ടി അടിച്ചു പൊളിക്കാതെ, സർക്കാർ ഓഫീസ് കത്തിക്കാതെ, കല്ലെറിയാതെ നമ്മുടെ സമരം വിജയമായതിൻ്റെ ലക്ഷണമാണ് നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട വലിയ ഭൂരിപക്ഷം. പിണറായി വിജയൻ്റെ ബൂത്തിലടക്കം 22 വോട്ട് നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സമരം വിജയമാണെന്ന്. അതിന് വേറൊരു അർത്ഥവും കൂടിയുണ്ട്. എന്താണെന്നറിയോ? വേറൊരു അർത്ഥം കൂടിയുണ്ട്. പിണറായി വിജയൻ്റെ പാർട്ടിയുടെ ഭരണം അവസാനിക്കാൻ പോവുക. ഇവിടെ ഇനി ഞാൻ പറയാൻ വന്ന കാര്യത്തിലേക്ക് അറിയാം. ഇവിടെ MP രാജേഷിൻ്റെ മണ്ഡലമാണ്. അപ്പം ഞാൻ ആലോചിച്ച് ഇവിടെ വരുമ്പോൾ എന്താ പറയാന്ന്. ഇവിടെ വരുമ്പോൾ പറയാനുള്ളത്, പണ്ടൊക്കെ ഇവർ വിപ്ലവം എന്ന് പറഞ്ഞാൽ ഈ ഒരു മുതലാളി വർഗത്തിൽ നിന്ന് തൊഴിലാളി വർഗത്തിലേക്ക് അധികാരം പിടിക്കാൻ വേണ്ടി ആളുകളുടെ മെക്കെട്ട് കയറുന്ന പരിപാടിയും, ആരെങ്കിലും പണിക്ക് പോയിട്ട് കൂട്ടിവെക്കുന്ന പണം കൊണ്ട് ഒരു പെട്ടിക്കട തുടങ്ങിയാൽ അവൻ അന്ന് തൊട്ട് ബൂർഷ എന്ന് പറയുന്നതും, വല്ലവനും ഗതികേട് കൊണ്ട് വല്ല ദൂരയാത്രയ്ക്ക് പോയിട്ട് ടാക്സിയിൽ വന്നിറങ്ങിയാൽ കാറിൽ വരുന്നവനും ബൂർഷ എന്ന് പറഞ്ഞിട്ട് അതും അടിച്ചു പൊളിച്ച് അവനെ അടിക്കുന്ന പരിപാടിനെയൊക്കെയാണ് വിപ്ലവം എന്ന് പറഞ്ഞത്. ഇന്ന് MP രാജേഷ് അടക്കമുള്ള മന്ത്രിമാർ നടത്തുന്ന പ്രധാന വിപ്ലവം ഫ്ലെക്സ് വിപ്ലവമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ വയ്ക്കുന്ന ഫ്ലെക്സിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡുമായി ബന്ധപ്പെട്ട് MP രാജേഷും റിയാസും തമ്മിൽ പൊരിഞ്ഞ വിപ്ലവമാണ്. കാരണം ആരുടെ തലയാണ് ഫ്ലെക്സിൽ വരണ്ടതെന്ന് മനസ്സിലായോ? നമുക്ക് തോന്നും മുഹമ്മദ് റിയാസ് ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ട എൻ്റെ ഹാങ് ഓവറാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ മുഖ്യമന്ത്രിയുടെ PA മുഹമ്മദ് റീൽസ് ആയതിനു ശേഷം നമ്മുടെയൊക്കെ നാക്കിങ്ങനെ ഒളുക്കിപ്പോവും. മുഹമ്മദ് റിയാസും MP രാജേഷും തമ്മിലുള്ള ഫ്ലെക്സ് വിപ്ലവത്തിനപ്പുറം കേരളത്തിൽ എന്താ നടക്കുക? ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഓരോന്നിങ്ങനെ നോക്കുമ്പോൾ ഇവർ തറക്കല്ലിട്ട കുറേ പദ്ധതികളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ
ഇവർ തറക്കല്ലിട്ട പദ്ധതി ഒന്ന് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ. എന്താണെന്നറിയോ? ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഒരു 1200 കോടി രൂപയുടെ അഴിമതി അന്വേഷിക്കാൻ ചെന്നപ്പോൾ അതിന് മൊത്തം തീയാണ്ട് പിടിച്ചു. ഗോഡൗൺ കത്തി. പണ്ട് ലൈഫ് മിഷൻ കേസിൽ അന്വേഷിക്കാൻ ചെന്നപ്പോൾ CCTVയും കത്തിപ്പോയി, ഫയലുകളും കത്തിപ്പോയി. കുറച്ചുകൂടി ആഴത്തിൽ അന്വേഷിച്ചെങ്കിൽ സെക്രട്ടേറിയറ്റ് തന്നെ കത്തിപ്പോയന്. അതുപോലെ രണ്ടാമത്തത് എന്തെന്നറിയോ? ഈ കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടുണ്ടപ്പാ. എനിക്ക് അസുഖം വന്നാൽ ഒരിക്കലൊഴിച്ച് ബാക്കി മുഴുവൻ സമയത്തും ഞാൻ സർക്കാർ ആശുപത്രിയിൽ ക്യൂ നിന്ന് 5 രൂപയുടെ ചീട്ടെടുത്ത് മരുന്ന് വാങ്ങി കഴിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്, നിങ്ങളും കഴിച്ചിട്ടുണ്ട്. 1650 കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിച്ച മനുഷ്യന്മാരാണ് നമ്മൾ. എന്താ ചാവാത്തേന്ന് ചോദിച്ചാൽ അതൊരു അത്ഭുതമാണ്. 7 അത്ഭുതം കഴിഞ്ഞ 8ാമത് അത്ഭുതം ഉണ്ടെങ്കിൽ കേരളത്തിലെ സാധാരണ മനുഷ്യന്മാരെ കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിച്ചിട്ട് മയ്യത്താവാതിരിക്കുന്ന മനുഷ്യന്മാർ. മനസ്സിലായോ? അടുത്ത തറക്കല്ലിട്ട പദ്ധതി PP കിറ്റ്. ഓർക്കുന്നില്ലേ? 1000 കോടി രൂപയുടെ PP കിറ്റ് മാസ്ക് അഴിമതി. ഓർക്കുന്നുണ്ടല്ലോ. അടുത്തത് KFCയുടെ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ പണം കൊണ്ടുപോയി റിലയൻസിൽ നിക്ഷേപിച്ചൊരു 108 കോടി രൂപയുടെ അഴിമതി എടുത്തു. പിന്നെ ലൈഫ് മിഷൻ 20 കോടി രൂപയുടെ പദ്ധതിയിൽ 9.5 കോടി രൂപയുടെ കൈക്കൂലി വാങ്ങിയ പദ്ധതി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 112 ദിവസം ജയിലിൽ കിടന്നു. പക്ഷെ മുഖ്യമന്ത്രി അതിൽ പ്രതിയല്ല കേട്ടോ. മുഖ്യമന്ത്രി പ്രതിയല്ല. കാരണം വില്ലേജ് ഓഫീസിലെ ക്ലർക്ക് കൈക്കൂലി വാങ്ങിയാൽ വില്ലേജ് ഓഫീസർക്ക് അത് ബാധിക്കുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഭരിക്കുന്ന കാലത്ത് പുള്ളിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 112 ദിവസം ജയിലിൽ കിടന്ന കേസിൽ പുള്ളി പ്രതിയാകാൻ സാധ്യതയില്ല. അടുത്തത് സ്വർണ്ണക്കടത്ത. ഞാൻ പറയാണ്ട് നിങ്ങൾക്കറിയാലോ. പിന്നെ എക്സാലോജിക്, അത് നിങ്ങൾക്കറിയാം. ചെയ്യാത്ത പണിയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന കൂലിയാണ് അത്രേ. പിന്നെ ഫോണിൻ്റെ 36 കോടി, AI ക്യാമറയുടെ 110 കോടി, കരുവന്നൂരിലെ 300 കോടി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊള്ളയടിച്ച കോടികൾ, കിഫ്ബി വഴി മടച്ചിയ കോടികൾ. ഇതൊക്കെയാണ് ഇവർ തറക്കല്ലിട്ട പദ്ധതികൾ. ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെറുത് സൂചിപ്പിക്കാൻ കാരണം എൻ്റെ രണ്ടാമത്തെ പ്രശ്നത്തിലേക്ക് വരിക. നമുക്ക് വലിയ ഓർമ്മക്കുറവാണ്. ഇവന്മാരുടെ മരുന്ന് കഴിക്കുന്നത് കൊണ്ടാണോ എന്താണെന്നറിയില്ല. കാരണം കേരളത്തിലെ പോലീസ് സ്റ്റേഷന്റെ ലോക്കപ്പിനകത്ത് ഇടികൊണ്ട മനുഷ്യന്മാരുടെ എണ്ണം 30. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരെണ്ണം ഞാൻ പറയാം. ആലുവയിൽ വരാപ്പുഴയിൽ ഒരു ശ്രീജിത്ത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ കിടക്കപ്പായിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി ആലുവയിലെ റൂറൽ SP AV ജോർജിന്റെ നേതൃത്വത്തിലുള്ള ടൈഗർ ഫോഴ്സ് ഇടിച്ച് വാരിയെല്ലൊടിച്ച് ശ്വാസകോശത്തിൽ കയറി ചെറുപ്പക്കാരൻ മരണപ്പെട്ട്. മാധ്യമ വാർത്തയുണ്ടായിരുന്നു, സമരങ്ങളുണ്ടായിരുന്നു. എന്ത് പിന്നെ നടന്നു എന്ന് ചോദിച്ചാൽ ശ്രീജിത്തിൻ്റെ കുടുംബം അനാഥമായി എന്ന് മാത്രം. അങ്ങനെ 10-30ഓളം ചെറുപ്പക്കാരെ ലോക്കപ്പിൽ ഇടിച്ചു കൊന്ന സർക്കാരിൻ്റെ പേരെ പിണറായി സർക്കാർ. എൻ്റെ വാക്കല്ല, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ റിപ്പോർട്ടാണ്. പക്ഷേ കേരളത്തിലെ മാധ്യമ വാർത്തകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞാൽ 98ഓളം ചെറുപ്പക്കാർ അങ്ങനെ ഇടികൊണ്ട് മരിച്ചിട്ടുണ്ടെന്ന് പറയാം. നെടുങ്കണ്ടത്തെ രാജ്കുമാറും ഇവിടെ അടുത്തുള്ള റിയാസ് മൗലവി അടക്കം കുറ്റം ചെയ്തവരും ചെയ്യാത്തവരുമായിട്ടുള്ള അത്രയും ആളുകളെ ഇടിച്ചു കൊന്നൊരു സർക്കാരാണ്. നിങ്ങൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് അത് ഓർക്കോ? വരാപ്പുഴയിലെ ശ്രീജിത്തിന് ആരും ഓർക്കില്ല. ചെയ്യാത്ത കുറ്റത്തിന് ആള് മാറി ഇടിച്ചു കൊന്ന. കുറ്റം ചെയ്തിട്ടുമല്ല. മനസ്സിലായില്ലേ? കുറ്റം ചെയ്തവനെയും കൊല്ലാനായിട്ട് ഇവനൊന്നും അധികാരം കൊടുത്തിട്ടില്ലല്ലോ. ഇനി ഇതെല്ലാം ചോദിക്കുന്നതിൻ്റെ ഒരു കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. എന്തുകൊണ്ട് നാഗലശ്ശേരി പഞ്ചായത്തിൽ നമ്മൾ ജയിക്കാതിരിക്കുന്നു എന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പാകുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അതിന് തൊട്ട് 3 മാസത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്തും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും CPMന്റെ നേതൃത്വത്തിൽ അച്ചടിച്ച് വിതരണം ചെയ്ത് നമുക്കൊക്കെ തന്നിട്ടുള്ള അവരുടെ പ്രകടന പത്രിക എടുത്തു വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോന്നും എണ്ണി നോക്കണം എത്രയൊക്കെ നടന്നു എന്ന്. CPMന്റെ നേതാക്കന്മാർ ചാനൽ ചർച്ചയിൽ പറയുന്ന 1000 പദ്ധതിയിൽ 995 നടപ്പാക്കി എന്നൊക്കെയാണ്. 1000 എണ്ണാൻ പോയി നടക്കാത്തതുകൊണ്ട് നമ്മൾ സമയം ആകെ 1 മണിക്കൂറല്ലേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇവന്മാരുടെ നുണ പറയുന്നതിന് മറുപടി കൊടുക്കുമ്പോൾ നമ്മുടെ സമയവും പോകും. അതുകൊണ്ട് നമ്മൾ എണ്ണാൻ പോവില്ല. നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ വാർഡിൽ എത്ര പദ്ധതികൾ നടപ്പാക്കി, നിങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ എത്ര പദ്ധതികൾ നടപ്പാക്കി എന്ന് നിങ്ങൾ നോക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക നമുക്ക് വലിയ ഓർമ്മക്കുറവുണ്ടെന്ന്. നമ്മുടെ ഓർമ്മക്കുറവ് ഒന്നുകൊണ്ട് മാത്രമാണ് പിണറായി വിജയനെ പോലെ നരേന്ദ്രമോദിയെ പോലുള്ള നരാധമന്മാർക്ക് തുടർഭരണം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് തുടർഭരണം കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഒറ്റ ഉത്തരം അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അതിൻ്റെ സൈഡിൽ നമ്മൾ എഴുതി ചേർക്കുന്ന കുഞ്ഞി കാര്യങ്ങളാണ്. വലിയ കാര്യം നമ്മുടെ ഓർമ്മക്കുറവാണ്. നമ്മൾ ഇന്ന് നടക്കുന്ന കാര്യം, ഇന്നത്തെ പത്രത്തിൽ വായിക്കുന്ന വാർത്ത നാളെ മറ്റൊരു പത്രം വായിക്കുമ്പോൾ നമ്മൾ മറക്കും.
അല്പം മുമ്പ് കണ്ട ചാനൽ വാർത്ത മറ്റൊരു വാർത്ത വരുമ്പോൾ നമ്മൾ മറക്കും, ഇല്ലേ? നിങ്ങൾ മറക്കൂലേ? നമ്മൾ മറക്കുമ്പോൾ പിന്നെ മാർക്സിസ്റ്റുകാരനെ ആരെ ഓർമ്മിപ്പിക്കുക? മാർക്സിസ്റ്റുകാരനെ പിന്നെ ആരെ ഓർമ്മിപ്പിക്കുക? നമ്മൾ ഓർക്കണം ആദ്യം. അതുകൊണ്ട് ഈ കുടുംബ സംഗമം കഴിയുമ്പോൾ നിങ്ങൾ നിരവധി കുടുംബ സംഗമങ്ങളിലും പാർട്ടി മീറ്റിങ്ങുകളിലും സമ്മേളനങ്ങളിലും അല്ലെങ്കിൽ മറ്റ് പല യോഗങ്ങളിലൊക്കെ പങ്കെടുത്ത് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ കുടുംബ സംഗമം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. നമുക്ക് മുമ്പിൽ മഹാത്മാഗാന്ധി 100 വർഷം മുമ്പ് വെച്ച് തന്നിട്ടുള്ള ഒരേ ഒരു സമരം മാർഗം മാത്രമാണ് അവശേഷിക്കുന്നത്. കള്ളം പറയുന്നവരോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുക, നിരന്തരം സംവദിച്ചു കൊണ്ടിരിക്കുക. അതിന് നമ്മുടെ ഓർമ്മ ഉണർത്തണം. ഈ കഴിഞ്ഞ 9 വർഷക്കാലം കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നടന്ന നരാധമ പ്രവർത്തനങ്ങളെ, ജനദ്രോഹ പ്രവർത്തനങ്ങളെ ഓരോന്നിനെയും എണ്ണി എണ്ണി നിങ്ങൾ എടുക്കണം. കേരളത്തിലെ 1-ാം നമ്പർ ആരോഗ്യ വകുപ്പാണെന്നാണ് നിരന്തരം മുഖ്യമന്ത്രി പറയുന്നത്. 3 മാസം മുമ്പാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് അതിസമ്പന്നന്മാർ പോലും ചികിത്സയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന സർക്കാർ ആശുപത്രികളാണ് കേരളത്തിലുള്ളതെന്ന. എൻ്റെ വീട് അയ്യമ്പുഴ പഞ്ചായത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ വീട്ടിൽ നിന്ന് 300 മീറ്റർ ദൂരെയാണ് സർക്കാർ ആശുപത്രി, ചുള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ ദിവസവും ഈ ആശുപത്രിയുടെ പടിയിലേക്ക് ഒന്ന് നോക്കും. ഓഡി, BMW, ബെൻസ്, ജാഗ്വർ പോലെയുള്ള മുന്തിയ കാറുകൾ വന്നിട്ട് പാവപ്പെട്ട മനുഷ്യന്മാർക്ക് ചീട്ടെടുക്കാൻ പോകാൻ സ്ഥലമുണ്ടോ എന്ന്. കാരണം അതിസമ്പന്നന്മാർ ക്യൂ നിന്ന് ചികിത്സ തേടുന്ന സർക്കാർ ആശുപത്രിയാണെന്ന് അദ്ദേഹം പറയുന്നത്. ഏത് സർക്കാർ ആശുപത്രി? ആശുപത്രിയിലെ രോഗിയുടെ കൂട്ടിരിപ്പുകാരിക്ക് പാമ്പ് കടിയേൽക്കുന്ന സർക്കാർ ആശുപത്രി. ആശുപത്രിയിലെ ലിഫ്റ്റിൽ പെട്ടാൽ CPIയുടെ ലോക്കൽ സെക്രട്ടറിക്ക് പോലും 21 മണിക്കൂർ ലിഫ്റ്റിനകത്ത് വെളിച്ചവും വെള്ളവും ഇല്ലാതെ പെട്ടുകിടക്കേണ്ടി വരുന്ന സർക്കാർ ആശുപത്രി. ഏത് സർക്കാർ ആശുപത്രി? 5 രൂപയുടെ ചീട്ടെടുത്ത് ഡോക്ടറുടെ കുറിപ്പടി വാങ്ങി ഫാർമസിയുടെ മുമ്പിൽ മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ട് ഈ മരുന്ന് കിട്ടുമ്പോൾ എൻ്റെ സകല രോഗങ്ങളും മാറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇത് വാങ്ങിക്കഴിക്കുമ്പോൾ അവരെ കൊണ്ട് 1650 കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിപ്പിച്ച സർക്കാർ ആശുപത്രി. അത് മാത്രമല്ല, ICUവിൽ ചികിത്സ കഴിഞ്ഞ, ICUവിൽ സർജറി കഴിഞ്ഞ് ICUവിലെ മേശപ്പുറത്ത് അബോധാവസ്ഥയിൽ, അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന പാവപ്പെട്ട സ്ത്രീയെ സർക്കാർ അനുകൂല സംഘടനയുടെ നേതാവ് പീഡിപ്പിക്കുമ്പോൾ അതിനെതിരെ പരാതി കൊടുക്കുക, ആ പരാതിക്കാരിയോടൊപ്പം നിന്ന ഹെഡ് നഴ്സിനെ ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ട്രാൻസ്ഫറിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ 6 ദിവസക്കാലം മരബഞ്ചിലിരുത്തിയ സ്ത്രീ സുരക്ഷിത കേരളത്തിലെ സർക്കാർ ആശുപത്രി. ആംബുലൻസിലും ICUവിലും പീഡിപ്പിക്കപ്പെടുന്ന ചരിത്രം EMS നമ്പൂതിരിപ്പാട് തൊട്ട് ഉമ്മൻചാണ്ടി വരെയുള്ള മുഖ്യമന്ത്രിമാരുടെ സമയത്തോ LDFോ UDFോ മാറി മാറി ഭരിക്കുന്ന 10-60 വർഷക്കാലത്തെ ചരിത്രത്തിലോ നമ്മൾ കേട്ടിട്ടില്ല. ഈ സർക്കാർ ആശുപത്രി ഏത് സർക്കാർ ആശുപത്രി? കോവിഡിന്റെ മറവിൽ നമ്മളോടൊക്കെ സാമൂഹ്യ അകലം പാലിച്ച് വീട്ടിലിരുന്നോളാൻ പറഞ്ഞ് DYFയുടെ അഖിലേന്ത്യാ നേതാവ് AR റഹീമിനെ പോലുള്ള ആളുകൾ വീട്ടിൽ ഭാര്യയോടൊപ്പം അടുക്കളയിൽ മീൻ വറുത്തും ദോശ ചുട്ടും ആസ്വദിച്ചിരുന്നപ്പോ നമ്മളൊക്കെ പാവപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണ കിറ്റും പച്ചക്കറി കിറ്റും മരുന്ന് കിറ്റും കൊടുക്കുന്ന തിരക്കിലേർപ്പെട്ടപ്പോൾ നമ്മുടെ ടീച്ചറമ്മ ഉറങ്ങാതിരുന്ന 1000 കോടി രൂപയുടെ PP കിറ്റ്, മാസ്ക് അഴിമതി നടത്തിയ സർക്കാർ ആശുപത്രി. നമുക്കൊക്കെ തരാൻ വേണ്ടി എന്ന് പറഞ്ഞ 1200 കോടി രൂപയുടെ ബ്ലീച്ചിങ് പൗഡർ അഴിമതി നടത്തിയ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കീഴിലുള്ള സർക്കാർ ആശുപത്രി. ഈ സർക്കാർ ആശുപത്രിയിലാണ് അതിസമ്പന്നന്മാർ ചികിത്സയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ CPMന്റെ സാധാരണക്കാരോട് നിങ്ങൾ ചോദിക്കണം, അതിസമ്പന്നന്മാർ ചികിത്സിക്കാൻ വരുന്ന സർക്കാർ ആശുപത്രിയിൽ ചികിത്സിക്കാതെ പാവപ്പെട്ടവന്റെ പാർട്ടിയുടെ മുഖ്യമന്ത്രി എന്തിനാ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നതെന്ന് ചോദിക്കണ്ടേ? അത് ചോദിക്കണ്ടേ? മാർക്സിസ്റ്റുകാരോട് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഉന്നതമല്ല, താഴ്ന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഏതാണെന്ന് മനസ്സിലായില്ലേ? ശിവൻകുട്ടി. ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിൽ തന്നെയാണ്. ഓരോരുത്തരുടെ നിലവാരം അനുസരിച്ചാണല്ലോ നമ്മൾ ഓരോരുത്തരെ അഡ്രസ്സ് ചെയ്യുന്നത്. ശിവൻകുട്ടി മന്ത്രി പറഞ്ഞത് കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ 5 സ്റ്റാർ ഹോട്ടൽ സമാനമാണെന്ന്. ഇമാർക്ക് തലയ്ക്കെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നത്. ഇമാർ ഇതൊന്നും കാണാറില്ലെന്നോ. പള്ളിക്കൂടത്തിൽ പഠിച്ചതിൻ്റെ 1 ലക്ഷം ഇവരുടെ പ്രവർത്തനത്തിലും പെരുമാറ്റത്തിലൊന്നും ഇല്ല. എന്നാലും വല്ലപ്പോഴെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ ഉദ്ഘാടനത്തിനൊക്കെ പോകുമല്ലോ. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ 5 സ്റ്റാർ ഹോട്ടൽ സമാനമാണത്രേ. 5 സ്റ്റാർ ഹോട്ടലിൻ്റെ അകത്തേക്കാണ് ഒരു കുട്ടി പാമ്പ് കടിയേറ്റ് മരിക്കുന്നത്. എത്ര 5 സ്റ്റാർ ഹോട്ടലിലാണ് അവിടുത്തെ താമസക്കാർ പാമ്പ് കടിയേറ്റ് മരിക്കുന്നത്? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നവരെ സ്കൂളിൻ്റെ ക്ലാസ് റൂമിനകത്ത് ആരെങ്കിലും മരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് പാമ്പ് കടിയേറ്റ്? മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം നവീകരിക്കാൻ വേണ്ടി ചെലവഴിച്ച 45 ലക്ഷത്തിൽ നിന്ന് 50,000 രൂപ ചെലവഴിച്ചെങ്കിൽ ആ കുട്ടി മരിച്ച ക്ലാസ് റൂമിനകത്ത് അല്പം സിമന്റ് വാരി തൂത്തിരുന്നെങ്കിൽ
ആ മരണം ഉണ്ടാവില്ലായിരുന്നു. അല്ലേ അല്ലേ? എനിക്ക് 2 മക്കളുണ്ട്, 2 പേരും സർക്കാർ സ്കൂളിലാണ് പഠിപ്പിക്കണേ. അതെൻ്റെ ഒരു തീരുമാനത്തിൻ്റെ വക. MP രാജേഷ് പറഞ്ഞ പോലത്തെ ഉഡായിപ്പ് തീരുമാനമല്ല. പല കാരണമുണ്ട്. വീടിൻ്റെ മതിലിൻ്റെ തൊട്ടപ്പുറത്താ, സൗകര്യമുണ്ട്, പിന്നെ കയ്യിൽ ചില്ലറയില്ല, പല രീതിയിലുള്ള സൗകര്യമുണ്ട്. പിള്ളേരെ നമ്മുടെ അസാന്നിധ്യത്തിൽ നോക്കാൻ അമ്മാമ്മയും അപ്പാപ്പനൊക്കെ ഉള്ള സൗകര്യം ഇതെല്ലാം നോക്കിയിട്ടാണ് എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ മക്കളെ ഞങ്ങളുടെ അസാന്നിധ്യത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അധ്യാപകൻ്റെ കയ്യിലേക്കല്ലേ. നിങ്ങളും അങ്ങനെയല്ലേ? നമ്മുടെ കുട്ടികൾ രാവിലെ വിടുന്നത് പോലെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ? അങ്ങനെ ഒരു അപ്പനും അമ്മയും ഏൽപ്പിച്ച്, അധ്യാപകരെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു കുട്ടിയാണ് ക്ലാസ് റൂമിനകത്ത് പാമ്പ് കടിയേറ്റു മരിച്ചത്. അതിന് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നാ പറഞ്ഞു. ഒറ്റപ്പെട്ട സംഭവം മന്ത്രിമാർക്ക് മാത്രമാണ്. ഒരൊറ്റ കൊച്ചു മരിച്ചു പോകുന്ന തന്തയ്ക്കും തള്ളയ്ക്കും ഏറിയുള്ളൂ അതിൻ്റെ സങ്കടം. അല്ലേ? സ്വന്തം മക്കൾ വണ്ടി പാസ്സാവുമ്പോൾ അയലക്കത്തെ സംസ്ഥാനത്ത് കൊണ്ടുപോയി പഠിപ്പിച്ച് IT കമ്പനി തുടങ്ങുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് അത് മനസ്സിലാവണമെന്നില്ല. ഏത് 5 സ്റ്റാർ ഹോട്ടലിലാണ് അപ്പോൾ ഉച്ചക്കഞ്ഞിക്ക് പണമില്ലാത്തത് കൊണ്ട് സൂപ്പർവൈസർ എനിക്ക് മാനേജറായിട്ട് സ്ഥാനക്കയറ്റം വേണ്ടെന്ന് പറയാം? കേരളത്തിലെ 500 സർക്കാർ അധ്യാപകർ പ്രധാന അധ്യാപകന്മാരായിട്ട് സ്ഥാനക്കയറ്റം വേണ്ടെന്ന് പറയും. കാരണം ഉച്ചക്കഞ്ഞിക്ക് പണം കൊടുക്കണം, ഇവരുടെ ശമ്പളത്തിൽ നിന്ന് കൊടുക്കണം. ഒരു വകുപ്പില്ലാതെ വന്ന ഇപ്പോൾ PTA കൂട്ടി അധ്യാപകർ തീരുമാനിച്ചു നമുക്ക് പിരിവെടുത്ത് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന്. 65,000 കുട്ടികളാണ് പൊതുവിദ്യാഭ്യാസത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയത്. ഇവർ പറയുന്നത് മേന്മയാണെന്ന്. അടുത്ത പറമ്പിലെ കപ്പങ്ങയും അച്ചിങ്ങയും പറിച്ചാലേ ഉച്ചക്കഞ്ഞിക്ക് പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഉണ്ടാക്കുന്നവന് 2.5 മാസമായിട്ട് ശമ്പളം കൊടുത്തിട്ടില്ല. സെക്രട്ടേറിയറ്റിന് പുറത്ത് ഉച്ചക്കഞ്ഞി വെക്കുന്ന പാചക തൊഴിലാളികൾക്ക് ശമ്പള കുടിശ്ശികയുടെ പേരിൽ സമരം ചെയ്തത് CPIയുടെ മുൻ മന്ത്രി KP രാജേന്ദ്രന്റെ നേതൃത്വത്തിലാണ്. ഇവർ പറയുന്ന കൊടുത്തെന്നാ, പക്ഷെ അവർക്ക് അങ്ങോട്ട് എത്തുന്നില്ല. പണ്ട് ഇവരൊരു ശമ്പളം കൊടുത്തു കുറെ കാലം മുമ്പ്, ശമ്പളം അക്കൗണ്ടിൽ വന്നു, പക്ഷെ എടുക്കാൻ പറ്റൂല. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ശമ്പളം? ആ ശമ്പളം നിങ്ങൾ മറന്നോ? നിങ്ങൾ മറക്കല്ലേ. ഇതൊക്കെ ഓർത്തെടുക്കലാണ് നമ്മുടെ പ്രധാന രാഷ്ട്രീയ പ്രവർത്തനം. അടുത്തത് ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയണ്ടല്ലോ. ബിന്ദു ടീച്ചറുടെ സംസാരം പോലെ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഇന്നത്തെ നിലവാരവും. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കാണ്. ആർഷോ എഴുതാത്ത പരീക്ഷയ്ക്ക് 100 മാർക്കിന് അയക്കണ്. ചിന്താചരവ് വാഴക്കുല തീസിസിൽ PhD കിട്ടുക. എനിക്ക് എത്ര പ്രയാസപ്പെട്ട കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD കിട്ടിയെന്നറിയോ? CPMന്റെ സകല സംവിധാനങ്ങളും ഭരിക്കുന്ന സ്ഥലമാണ്. ഒരു KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്ന ഒരുത്തന് CPMന്റെ കോട്ടയിൽ നിന്ന് PhD കിട്ടണമെങ്കിൽ എങ്ങനെ? അത്രയും പ്രയാസപ്പെട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ വേറെ പല സ്ഥലത്ത് എത്തിയത്. മനസ്സിലായില്ലേ? ചിന്താചരമിന് ഒരു വാഴക്കുല അങ്ങ് വെച്ചുള്ള അപ്പം തന്നെ കിട്ടി PhD. PSC മെമ്പറായിട്ടുള്ള നമ്മുടെ പ്രിൻസി കുര്യാക്കോസ് PSC മെമ്പറാണ് ഇപ്പോഴത്തെ. ഇത് 2.25 ലക്ഷത്തിൽ നിന്ന് 3.25 ലക്ഷത്തിലേക്ക് ശമ്പളം വർദ്ധിപ്പിക്കുന്ന പ്രിൻസി കുര്യാക്കോസിൻ്റെ PhD തീസിസ് ശ്രീശങ്കരാചാര്യരുടെ ജീവിത കാലഘട്ടവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ ശ്രീശങ്കരാചാര്യർ ജീവിച്ചിരുന്ന കാലഘട്ടം ഇവർക്കറിയില്ല. ഒരു 10 നൂറ്റാണ്ടിൻ്റെ വ്യത്യാസം മാത്രമേ വന്നുള്ളൂ. അടുത്തത് കോളേജ് ഇലക്ഷന് ജയിക്കാത്ത വൈശാഖ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആകാൻ പോകുന്നു കാട്ടാക്കടയിൽ. കായംകുളത്തെ നിഖിലാണെങ്കിൽ ഡിഗ്രി ജയിക്കാതെ MCOMന് അഡ്മിഷൻ മേടിക്കുന്നു. പിന്നെ ഇങ്ങനെയൊന്നും പറയണ്ടല്ലോ. കേരളത്തിലെമ്പാടും വിദ്യയുടെ നേതൃത്വത്തിൽ 2 കോളേജിലപ്പോൾ പഠിപ്പിച്ച സർട്ടിഫിക്കറ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കി. മനസ്സിലായില്ലേ? അപ്പോൾ വിദ്യയ്ക്ക് പോലും സ്വന്തമായിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി 2 കോളേജിൽ പഠിപ്പിച്ച് വേറൊരു കോളേജിൽ റിസർച്ചും ചെയ്ത് ഇവിടുന്ന് എല്ലാം ഓണറേറിയവും ശമ്പളവും മേടിക്കാൻ പറ്റുമെങ്കിൽ 4ാം വാർഷികത്തിൽ പിണറായി വിജയന് സ്വന്തമായിട്ട് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കിക്കൂടെ? സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് 100ൽ 0 മാർക്കാണ് കിട്ടുന്നെങ്കിൽ സ്കൂളിലെത്തുമ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നെങ്കിലോ 100ൽ 100 ആക്കാം. നാട്ടുകാരോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും ഇവർ പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ്? ഇവർ അണ്ടിപ്പരിപ്പിൽ കോഴിയിറച്ചി പുഴുങ്ങിക്കൊടുത്ത പൗരപ്രമുഖന്മാരോട് ചോദിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ഓർക്കുന്നില്ലേ അണ്ടിപ്പരിപ്പിൽ പുഴുങ്ങിയ കോഴിയിറച്ചി? 1,05,00,000 സഞ്ചരിക്കുന്ന കക്കൂസും 360 ഡിഗ്രി തിരിയുന്ന കസേരയും കാഴ്ച ബംഗ്ലാവുമായിട്ട് നാട്ടിലെ പള്ളിക്കൂടത്തിന്റെ മതിൽ പൊളിച്ച് നവകേരള സൃഷ്ടിക്ക് വന്ന ഒരു കാലം നിങ്ങൾ ഓർക്കുന്നില്ലേ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്. എൻ്റെ പ്രാർത്ഥന എന്താ അറിയോ? 2026 മെയ് മാസം 25 ഇവരെ സൃഷ്ടി ഒന്ന് പൂർത്തിയാക്കി ഈ സൃഷ്ടികർത്താക്കളൊന്ന് വീട്ടിൽ പോകണമെന്നാണ്. മനുഷ്യന്മാർക്ക് ഇവിടെ ജീവിക്കണ്ടേ?
സാധാരണക്കാരൻ്റെ ജീവിതത്തിന് ഗുണപരമായിട്ടുള്ള എന്ത് മാറ്റം നടത്തിയതിൻ്റെ പേരിലാണ് തുടർഭരണം അവകാശപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ആലോചിച്ച് നോക്കി. പെൻഷൻ ഇല്ല, റേഷൻ ഇല്ല. റേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ടോ? വാതിൽപ്പടി വിതരണക്കാർക്ക് കോടികളാണ് കൊടുക്കാനുള്ളത്. വാർത്തയാണ് ഞാൻ ഈ പറയുന്നതൊക്കെ, വാർത്തയാട്ടോ, ഒന്നും എൻ്റെ കയ്യിൽ നിന്നില്ല, എല്ലാം വാർത്തയാണ്. വാതിൽപ്പടി വിതരണക്കാർക്ക് കോടിക്കണക്കിന് രൂപ കുടിശ്ശികയുള്ള സമയത്താണ് നവകേരള ബസിന്റെ 2 പടി കയറാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ഹൈഡ്രോളിക് ലിഫ്റ്റ് വെച്ചിട്ട് സ്ലോ മോഷനിൽ കയറി കൈവീശി കാണിച്ചത്. എല്ലാം പരിഹരിക്കപ്പെടുന്നു. പാവപ്പെട്ട ചെറുപ്പക്കാരന്മാരാകുമ്പോൾ തലയടിച്ച് പൊട്ടിച്ചിട്ട് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞ് ആശാവർക്കർമാരെയും ഹരിതകർമ്മ സേനക്കാരെയും തൊഴിലുറപ്പുകാരെയും പാവപ്പെട്ട CIT-കാരെയൊക്കെ വിളിച്ച് പൊരി വെയിലത്ത് വെള്ളം പോലും കൊടുക്കാതെ നിർത്തിയിട്ട് അടിപൊളി പരിപാടിയാന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആശാവർക്കർമാർ 100 ദിവസമായിട്ട് സമരത്തിലാണ്. അപ്പം അവർ പാട്ടപ്പിരിവുകാർ, മോശപ്പെട്ട ആളുകൾ, ഒരു ചായ കൊടുത്ത വന്ന ആളുകൾ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ മുഖ്യമന്ത്രി പറയുന്നത് കേരളം വലിയ വികസനത്തിലേക്കാണെന്ന്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് നമ്മൾ ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്താണ് കേരളം. മാർക്സിസ്റ്റുകാരൻ വന്ന് ഇക്കിളി ഇട്ടാൽ പോലും അവൻ്റെ പാർട്ടി മെമ്പർ ചിരിക്കാത്തൊരു കാലമാണ്. 5-6 മാസമായിട്ട് ക്ഷേമ പെൻഷൻ ഇല്ല, 20 മാസമായിട്ട് ക്ഷേമനിധി പെൻഷൻ ഇല്ല. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു 9 കൊല്ലം മുമ്പ്. ആരായിരുന്നു? ഉമ്മൻചാണ്ടി. കീറിത്തുന്നിയ ഒരു കതർ കുപ്പായവും പൊട്ടിത്തുന്നിയ ഒരു ചെരുപ്പും ഇട്ട് സാധാരണ മനുഷ്യരിലേക്ക് ഇറങ്ങി നടക്കാൻ അയാൾക്ക് ഒരൊറ്റൊരാളുടെ അകമ്പടി വേണ്ടായിരുന്നു. ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് 900 പോലീസും 24 കവചിത വാഹനവും വേണം. ഏത്? ഇവനൊക്കെ വേണ്ടി ക്യൂ നിന്ന് വോട്ട് ചെയ്ത മാർക്സിസ്റ്റ് പാർട്ടിക്കാരനെ പോലും കാണണമെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് 1000 പോലീസിന്റെ അകമ്പടി വേണത്രേ. സ്വന്തം പാർട്ടിക്കാരെ പോലും ഭയന്നുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തെരുവിലൂടെ നടക്കുന്നത് എന്നുള്ളതിന്റെ തെളിവ് കാണണമെങ്കിൽ നാട്ടിലെ ഇലക്ട്രിക് പോസ്റ്റിന്റെ ഇടവേളകളിലാണ് കാക്കിയിട്ട പോലീസുകാർ മഴയും വെയിലും കൊണ്ട് മുഖ്യമന്ത്രി പോകുന്ന ഹൈവേയിൽ കാവൽ നിൽക്കുന്നത്. ആരാ ഇയാളെ പിടിക്കാൻ പോകുന്നു? നിങ്ങൾ ആരെങ്കിലും പോകാൻ? എനിക്ക് ഒരു ആവശ്യമില്ല. അറിയാതെ പോലും കണ്ടാൽ അന്നത്തെ ദിവസം പോക്കാണെന്നാ പറയാ. ഇയാൾ ആശംസ നേർന്നപ്പോഴാണ് റോക്കറ്റ് താഴെ പോകുന്നത്. മഴ 10 കൊല്ലമായിട്ട് മഴ പെയ്യാതെ ഏതോ ഗൾഫ് രാജ്യത്ത് പോയപ്പോൾ പിന്നത്തെ ആഴ്ച അവിടെ വെള്ളപ്പൊക്കമായിരുന്നു പറഞ്ഞു. ഇച്ഛാശക്തി കൊണ്ട് കേരളത്തെ ഇത്രയും പൊക്കി പിടിച്ച മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടാവില്ല. ഇപ്പം ബലറാമേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ഇച്ഛാശക്തിയെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്നാലും ദേശീയപാതയുടെ ഇച്ഛാശക്തി പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ മുഴുവൻ ഒറ്റ മഴയത്ത് ദേശീയപാത ഇടിഞ്ഞു വീണപ്പോൾ ഇച്ഛാശക്തി ഇച്ചിച്ചിയായിട്ട് മാറി. മനസ്സിലായില്ലേ? അയ്യേ, ഇത് ഞങ്ങളുടെ അല്ലാട്ടാന്ന്. ഇത്രയും നാള് ഞങ്ങളുടെ സ്വന്തമായിരുന്നു. ഒന്ന് ആലോചിക്കേ, കോടിക്കണക്കിന് രൂപ കൊടുത്ത് റീൽസ് എടുക്കണം. നിങ്ങൾക്ക് ലൈഫ് മിഷനിൽ എത്ര രൂപയാണ് കിട്ടുന്നത് വീട് പണിയാൻ? 4 ലക്ഷം. സംസ്ഥാന ഗവൺമെന്റിന്റെ എത്രയുണ്ട്? ഇനി 4 ഇവരാ തന്നെയെന്ന് വെക്കി, തരുന്ന ഇവരല്ല. എന്നാലും ലൈഫ് മിഷനിൽ സാധാരണ മനുഷ്യർക്ക് വീട് വയ്ക്കാൻ 4 ലക്ഷമാണ് കിട്ടണേ. അത് കോൺഗ്രസ്സുകാരനായാലും ലീഗുകാരനായാലും BJP-കാരനായാലും മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായാലും CPI-കാരനായാലും 4 ലക്ഷം അല്ലേ? കൂടുതൽ കിട്ടില്ലല്ലോ. അരുവാൾ ചുറ്റയ്ക്ക് വോട്ട് ചെയ്യുന്നവനും കൂടുതൽ കിട്ടില്ല. പാവപ്പെട്ടവന് വീട് വയ്ക്കാൻ 4 ലക്ഷം രൂപ മാത്രം കൊടുക്കുന്ന ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം നവീകരിക്കാൻ വേണ്ടിയിട്ട് 45 ലക്ഷമാണ് അത്ര ചെലവഴിച്ചത്. അതായത് നമ്മുടെ കാര്യം വിട്, ഈ നാഗലശ്ശേരി പഞ്ചായത്തിലടക്കം പാവപ്പെട്ട CPM-കാരന് വീട് വയ്ക്കാൻ കൊടുക്കുന്നത് 4 ലക്ഷമാണെങ്കിൽ മുഖ്യമന്ത്രി നീന്തൽ നടത്തുന്ന നീന്തൽക്കുളം നവീകരിക്കാൻ 11 കുടുംബങ്ങളുടെ പണമാണ് ചെലവഴിച്ചത്. 11 മാർക്സിസ്റ്റ് പാർട്ടിക്കാരന്, ചോർന്നൊലിക്കുന്ന കൂരയ്ക്ക് കീഴിക്കിടക്കുന്ന 11 മാർക്സിസ്റ്റ് പാർട്ടിക്കാരന് വീടൊരുക്കാനുള്ള പണം കൊണ്ടുള്ള നീന്തൽക്കുളത്തിൽ ആ മുഖ്യമന്ത്രി നീന്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മളല്ല ചോദിക്കേണ്ട, മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ തന്നെ ചോദിക്കണം ഇവരോട്. ഇതേതാ ഈ നീന്തൽക്കുളം എന്നറിയോ? പണ്ട് K. കരുണാകരന് വാഹനാപകടത്തിൽ പരിക്കേറ്റപ്പോൾ ചികിത്സയുടെ ഭാഗമായിട്ട് നീന്തൽ വേണമെന്ന് ഡോക്ടർ നിഷ്കർഷിക്കുക. അന്ന് പിന്നെ നീന്തൽ നടത്താം, അപ്പോൾ ആരോഗ്യം വീണ്ടെടുക്കാൻ നല്ലതാണല്ലോ, അപ്പോൾ അങ്ങനെ ഒരു നീന്തൽക്കുളം ഉണ്ടാക്കി. അന്നത്തെ CPM-ന്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് CPM അധികാരത്തിൽ വന്നാൽ ക്ലിഫ് ഹൗസിൽ കരുണാകരൻ ഉണ്ടാക്കുന്ന നീന്തൽക്കുളത്തിൽ പട്ടിയെ കുളിപ്പിക്കുമെന്നാണ്. നയനാരാണ് പറഞ്ഞത്. നയനാർ ജീവിച്ചിരിക്കാത്ത ഇവരുടെ ഭാഗ്യം. അല്ലെങ്കിൽ നയനാർ ചോദിച്ചാനില്ലേ, ഈ 45 ലക്ഷം രൂപയ്ക്ക് പുതുക്കിപ്പണിത നീന്തൽക്കുളത്തിൽ എത്ര വിലപിടിപ്പുള്ള ഏത് നായയാണപ്പാ നീന്തി കുളിക്കുന്നതെന്ന് നയനാർ ചോദിക്കും. എനിക്ക് ഉറപ്പാ, ഇല്ലേ?
നയനാർ ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ ചോദിപ്പിക്കും. ഇനി 42.5 ലക്ഷം രൂപയ്ക്കായിട്ട് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ തൊഴുത്ത് നവീകരിച്ചത്. ഈ നാഗലശ്ശേരി പഞ്ചായത്തിലെ CPM-കാരന് ഉൾപ്പെടെ വീട് വയ്ക്കാൻ കിട്ടുന്നത് 4 ലക്ഷം രൂപയാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ തൊഴുത്തിലെ പശുവിന് കൂര ഒരുക്കുന്നത് 11 കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന പണം കൊണ്ടാണ്. നിങ്ങളെല്ലാവരും പിരിവിട്ട് ഓരോ ലിറ്റർ മിൽമ പാല് തൃത്താലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അയച്ചു കൊടുത്താൽ പോലും, അത് അവിടെ പോയി കാറ് വിളിച്ച് പുഴുകി കൊടുത്താൽ പോലും ഇത്രയും കാശാവില്ല. ഇനി 2 നിലയുള്ള ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് വെച്ചത് 25 ലക്ഷം രൂപയാണ്. 5 കുടുംബങ്ങൾക്കുള്ള വീടാണ്. 5 കുടുംബങ്ങൾക്കുള്ള വീട്. മനസ്സിലായോ? പ്രയോറിറ്റി എന്താ? പാവപ്പെട്ടവരെ ഉന്നമനത്തിന് വേണ്ടി ഇത്രത്തോളം പ്രയാസപ്പെടുന്ന ഒരു പാർട്ടി വേറെ ഇല്ല. പക്ഷേ യോഗി ആദിത്യനാഥിന്റെ തൊഴുത്തിന് പോലും ഇല്ലാത്ത സൗകര്യങ്ങളാണ് പിണറായി വിജയന്റെ തൊഴുത്തിലെ പശുക്കൾക്ക് കിട്ടുന്നത്. സംഗീതം ആസ്വദിച്ചുകൊണ്ടാണ് പാൽ ചുരത്തുന്നത്. അത്രേ എത്ര കഷ്ടപ്പെട്ടാണ് അദ്ദേഹം നമ്മളെ ഭരിക്കുന്നത് ഓർക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്. നിങ്ങൾ ഇപ്പോൾ ബലറാമേട്ടൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. 2016 ശേഷമാണ് കേരളം ഉണ്ടായതെന്നൊരു തോന്നൽ CPM-മാർക്ക് ഉണ്ടെന്ന്. ഈ തോന്നൽ ഇവർക്ക് വന്ന എങ്ങനെയാണെന്നറിയോ? 2014 ശേഷം നരേന്ദ്രമോദി വന്നപ്പോൾ 2014 ശേഷമാണ് ഇന്ത്യ മഹാരാജ്യം ഉണ്ടായെന്നാണ് അവർ പറഞ്ഞത്. കാരണം അതിനുശേഷമാണ് ഒരു ദേശീയ പതാക ഉയർത്തി തുടങ്ങിയത്. മനസ്സിലായില്ലേ? RSS ആസ്ഥാനത്ത്. അതിന് സമാനമാണ് പിണറായി വിജയൻ ഇത് ചെയ്തത്. അപ്പം ഞാൻ പറയുന്നത്, നേരത്തെ കുറേ കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിച്ചു. ഈ പെൻഷൻ, റേഷൻ, ക്ഷേമനിധി, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ സപ്ലൈകോ ഔട്ട്ലെറ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകും. ഇതിന് ഓരോന്നിനെയും സ്പെസിഫിക് ആയിട്ട് നിങ്ങളൊന്ന് താഴേക്ക് ആലോചിക്കണം. ഈ വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടക്കാൻ. നിങ്ങളാരും ഒരു മാസത്തെ വൈദ്യുതി ബില്ല് അടയ്ക്കാതിരിക്കുന്നില്ല. കാരണം അടയ്ക്കാതിരുന്നാൽ തൊട്ടടുത്ത ദിവസം ഒന്ന് വെട്ടിക്കളയും. നമ്മളാരും വെള്ളക്കരം അടയ്ക്കാതിരിക്കുന്നില്ല. വൈദ്യുതി ചാർജും വെള്ളക്കരവും വർദ്ധിപ്പിച്ച്, വീട്ടുകരവും ഭൂനികുതിയും വർദ്ധിപ്പിച്ച്, സകലമാന ഫീസുകളും വർദ്ധിപ്പിച്ചപ്പോൾ ഈ സർക്കാർ നമ്മളോട് പറഞ്ഞത് നിങ്ങൾക്ക് ക്ഷേമം നൽകാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ക്ഷേമ സർക്കാരാണെന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായിട്ട് വരിഞ്ഞു മുറുക്കുമ്പോൾ ക്ഷേമ സർക്കാരായിട്ടുള്ള പിണറായി വിജയൻ നമ്മളെ ക്ഷേമത്തിലൂടെ നയിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 9 വർഷം മുമ്പ് കീറി തുന്നിയ ഒരു കതർ കുപ്പായം വിട്ട് 21 മണിക്കൂർ നിന്ന നിപ്പിൽ നിന്ന് 10,000-കണക്കിന് മനുഷ്യർക്ക് കാത് കൊടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടി ഒപ്പിട്ടപ്പോൾ കിട്ടിയ അത്രയും ക്ഷേമം ഇന്ന് ഈ നാട്ടിൽ കിട്ടുന്നുണ്ടോ? ഉമ്മൻചാണ്ടിയിൽ നിന്ന് പിണറായി വിജയനിലേക്കുള്ള ദൂരമാണ് കേരളത്തിന്റെ ദുരവസ്ഥയുടെ ആഴം. നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഉമ്മൻചാണ്ടിയിൽ നിന്ന് പിണറായി വിജയനിലേക്കുള്ള ദൂരമാണ് കേരളത്തിന്റെ ദുരവസ്ഥയുടെ, ദുരന്തത്തിന്റെ, ദുര്യോഗത്തിന്റെ ആഴം. അതിന് കാരണം ഉമ്മൻചാണ്ടി ഒപ്പിട്ട് കരുണ കൊടുത്തത്, ഉമ്മൻചാണ്ടി ഒപ്പിട്ട് ജീവിതത്തിന് വെളിച്ചം പകർന്നത് കോൺഗ്രസ്സുകാരന് മാത്രമായിരുന്നില്ല, മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും BJP-കാരനും ഉൾപ്പെടെയുള്ള ആളുകൾക്ക്. ഉമ്മൻചാണ്ടി കരുതലിന്റെ കൈത്താങ് കൊടുത്തത് ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക്. ഉമ്മൻചാണ്ടിയുടെ സമയത്ത് കാരുണ്യ ചികിത്സാ പദ്ധതി ഉണ്ടായിരുന്നു, കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി ഉണ്ടായിരുന്നു. അന്ന് അതിന് പണമാർജിക്കാൻ വേണ്ടിയിട്ട് കാരുണ്യ ലോട്ടറി അച്ചടിച്ചിരുന്നു. ഇന്ന് കാരുണ്യ ലോട്ടറി അല്ലാതെ കാരുണ്യ ചികിത്സാ പദ്ധതിയും കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയും ഇല്ല. കാരണം കോടിക്കണക്കിന് രൂപയാണ് ആശുപത്രികൾക്കും മരുന്ന് കമ്പനികൾക്കും കൊടുക്കാൻ കുടിശ്ശികയുള്ളത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഹീമോഫീലിയ രോഗികൾക്ക് സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കിടപ്പ് രോഗികൾക്ക് സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നു. അവർക്ക് കൂട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നു. ഈ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ദുരന്തങ്ങളും ദുര്യോഗങ്ങളും അനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യരും ചേർത്ത് നിർത്തുന്ന കോൺഗ്രസ്സുകാരന്റെ പേരായിരുന്നു ഉമ്മൻചാണ്ടി. കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം എന്താ മക്കളെ? കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം ജാതിക്കും മതത്തിനും സകലവിധ വ്യത്യാസങ്ങൾക്കും അതീതമായിട്ട് മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഇൻക്ലൂസീവ് പോളിസി ആയിരുന്നു. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഉമ്മൻചാണ്ടിയെ പോലെ മനുഷ്യരെ ചേർത്ത് നിർത്തിയ മറ്റാരുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഉമ്മൻചാണ്ടിയിൽ നിന്ന് പിണറായി വിജയനിലേക്കുള്ള ആഴം, ദൂരം, അത് തിരുത്താൻ കിട്ടുന്ന അവസരം നമ്മൾ ഉപയോഗിക്കണം. ഞാൻ രണ്ട് കാര്യങ്ങളെ നിങ്ങളോട് പറഞ്ഞോളൂ. ഒന്ന്, നമ്മൾ കഴിഞ്ഞ 9 വർഷക്കാലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ദുര്യോഗങ്ങളും ഓർത്തെടുക്കണം. നാഗലശ്ശേരി പഞ്ചായത്തിൽ പതിറ്റാണ്ടുകളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങളും ഓർത്തെടുത്തുകിട്ട് വേണം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. രണ്ടാമത്തത്, നമ്മുടെ പരിച എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്ക് മാത്രം.
നിരന്തരം സംസാരിച്ചുകൊണ്ടും സംവദിച്ചുകൊണ്ടും മാത്രമേ സമരം ചെയ്യാൻ പറ്റൂ. ആളുകളുടെ തലയടിച്ചു പൊട്ടിച്ചും സർക്കാർ ബസ്സുകൾ കത്തിച്ചും വഴിയാത്ര തടസ്സപ്പെടുത്തിയുമല്ല സമരം നടത്തേണ്ടത്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുക. ഈ യോഗം കഴിഞ്ഞ് നിങ്ങൾ പോകുന്ന അന്ന് മുതൽ ഇനി അങ്ങോട്ട് നടക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പിന്റെയും അവസാനത്തെ ആൾ വരെ പോളിംഗ് ബൂത്തിൽ കടന്നു വന്നവരുടെ വലത് കൈയുടെ ചൂണ്ടുവിരൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ആഞ്ഞമരുന്നത് വരെ നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. അവസാനത്തെ മനുഷ്യൻ പോലും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്നത് വരെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കണം. സംസാരവും സംവേദനവും മാത്രമാണ് നമ്മുടെ സമരമാർഗം. വരുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തൃത്താലയിൽ നിന്ന് കേരളത്തിന്റെ നിയമസഭയുടെ പടിക്കെട്ട് നടന്നു കയറുന്ന VT ബൽറാമിന്റെ തലക്കെട്ടായിട്ട് നിൽക്കേണ്ടത് ഈ മൂവർണ്ണ ഷാളായിരിക്കണം. കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് പുറത്ത് 10 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഖദർ ധരിച്ച ഒരു മുഖ്യമന്ത്രി പടിക്കെട്ട് നടന്നു കയറുമ്പോൾ തൃത്താലയിൽ നിന്ന് കൈപ്പത്തി ഉയർത്തി കടന്നു പോകേണ്ടത് VT ബൽറാമായിരിക്കണം. അതിന് കാരണം എന്താ? പാലക്കാട് വിക്ടോറിയ കോളേജിലെ വനിതാ ഹോസ്റ്റലിലെ പെൺകുട്ടികൾക്ക് കുടിവെള്ളം കൊടുക്കാൻ പറ്റാതെ ഹോസ്റ്റൽ അടച്ചിടുന്ന കാലഘട്ടത്തിൽ പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ മദ്യ കമ്പനി കൊണ്ടുവന്ന് കേരളത്തിലെ ജനങ്ങളെ മദ്യം കുടിപ്പിച്ച് ഞങ്ങൾ അങ്ങ് പുഷ്ടിപ്പെടുത്താമെന്ന് പറയുന്ന എക്സൈസ് മന്ത്രി ഇനി കേരളത്തിന്റെ നിയമസഭയുടെ പടിക്കെട്ട് കാണാൻ അനുവദിക്കരുത് എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഞാൻ പറയുന്നത് കോൺഗ്രസ്സുകാർക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ സാധാരണ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടാണ്, സാധാരണ മനുഷ്യന് വേണ്ടിയിട്ടാണ്. വൈദ്യുത ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ കോൺഗ്രസ്സുകാരൻ മാത്രമല്ല അടയ്ക്കുന്നത്. വെള്ളക്കരം വർദ്ധിപ്പിക്കുമ്പോൾ സാധാരണപ്പെട്ട മുഴുവൻ മനുഷ്യരും അടയ്ക്കുന്നു. വീട്ടുകരം വർദ്ധിപ്പിച്ചപ്പോൾ നാട്ടിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരന് ഉൾപ്പെടെയാണ് കൊടുക്കുന്നത്. പെട്രോളിയത്തിന്റെ സെസ് വർദ്ധിപ്പിക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരന് ഉൾപ്പെടെയാണ് കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സകല വിധത്തിലും പരമമായിട്ടുള്ള എല്ലാ പരീക്ഷണങ്ങളും നടത്തി സർവതല സ്പർശിയായിട്ടുള്ള കൊള്ളയടി നടത്തുന്ന ഈ സർക്കാർ ഇത് സർക്കാരല്ല കൊള്ളക്കാരാണെന്ന് പറയുന്നത് നാട്ടിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ ഉൾപ്പെടെയാണ്. പക്ഷേ ജീവനിൽ ഭയമുള്ളത് കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചുമന്ന കൊടിക്ക് കീഴിൽ നിൽക്കുന്ന ഒരാളും പരസ്യമായിട്ട് പറയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ പരസ്യമായിട്ട് പറയാത്തത്. ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് മാത്രം. പക്ഷേ അവർക്ക് വേണ്ടി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നാഗലശ്ശേരി പഞ്ചായത്തിലെ 5, 6, 7 വാർഡുകളിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ പഞ്ചായത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത് കോൺഗ്രസിന്റെ മൂവർണ്ണ കൊടിയുമായിട്ട് കൈപ്പത്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2026 മെയ് മാസം 25 കേരളത്തിന്റെ നിയമസഭയുടെ പടിക്കെട്ട് നടന്നു കയറേണ്ടത് VT ബൽറാം എന്ന് പറഞ്ഞ തൃത്താലയുടെ കോൺഗ്രസിന്റെ തലയെടുപ്പായിരിക്കണം എന്നുള്ള ഒറ്റ ബോധ്യത്തോടു കൂടിയായിരിക്കണം ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് പോകേണ്ടത്. നിരവധി യോഗങ്ങൾ സമ്മേളനങ്ങൾ പങ്കെടുത്ത നിങ്ങൾ ഇനി ഒരു തീരുമാനമെടുത്തിട്ടാണ് കടന്നു പോകേണ്ടത്. ഭാരത് ജോഡോയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ദണ്ഡി യാത്ര മുതൽ ഭാരത് ജോഡോ വരെ ഈ രാജ്യത്തിന്റെ മണ്ണിൽ പദയാത്രകളൊന്നും പാഴായിട്ടില്ല. നിങ്ങൾ ഇനി യോഗം കഴിഞ്ഞ് നടക്കുന്ന ഓരോ ചുവടും ഈ തൃത്താലയിലെ നാഗലശ്ശേരി പഞ്ചായത്തിലെ ഓരോ മാർക്സിസ്റ്റ് പാർട്ടിക്കാരന്റെയും ഓരോ BJP-കാരന്റെയും നമ്മളെ എതിർക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽപ്പെടുന്ന മുഴുവൻ മനുഷ്യരുടെയും മനസ്സിലേക്ക് ഇടം നേടാൻ വേണ്ടിയിട്ട് ഓരോ ചുവടും വെച്ച് നിങ്ങൾ നടന്നു കയറിക്കൊണ്ട് പോയാൽ, നിങ്ങൾ ഭാരത് ജോഡോ നടപ്പാക്കിയാൽ, നിങ്ങൾ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് ചേർത്ത് പിടിക്കലിന്റെ രാഷ്ട്രീയം പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തെ കഴിഞ്ഞ 9, 10 വർഷങ്ങളായിട്ട് നേരിടുന്ന പ്രയാസങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുന്ന അത്ഭുതം കാണാൻ പറ്റുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.